പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ആദ്യമേ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. സെഖര്യാവിന്റെ പ്രവചനത്തിലെ ആദ്യത്തെ 8 അധ്യായങ്ങൾ ആലയത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ യഹൂദ ജനതയെ പ്രേരിപ്പിക്കുവാൻ വേണ്ടിയാണ് എഴുതപ്പെട്ടത്. പിന്നത്തെ 6 അധ്യായങ്ങൾ ദേവാലയ നിർമ്മാണത്തിന് ശേഷം വരുവാനുള്ള മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ജനത്തെ ഉത്ബോധിപ്പിക്കുന്നു. പുറജാതികളുടെ അധീശത്വത്തിൽ നിന്ന് മശിഹായുടെ ഭരണത്തിലേക്കും പീഡനത്തിൽ നിന്ന് സമാധാനത്തിലേക്കും അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും വിശുദ്ധിയിലേക്കുമുള്ള ഒരു പരിവർത്തനമാണ് ഉത്തരഭാഗത്തുള്ള ഈ അധ്യായങ്ങളിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. പുസ്തകത്തിന്റെ വ്യക്തമായ 3 ഭാഗങ്ങൾ നമുക്ക് ഇപ്രകാരം ക്രോഡീകരിക്കാം. 1, 8 ദർശനങ്ങൾ, അതായത് സെഖര്യാ പ്രവചനത്തിന്റെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ഈ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഭാഗം 4 സന്ദേശങ്ങൾ, അതായത് 7ഉം 8ഉം അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ 4 വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. 3, 2 ഹൃദയഭാരങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെഖര്യാ പ്രവചനത്തിന്റെ 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ ഹൃദയഭാരങ്ങളെ കുറിച്ചുള്ള ചിത്രീകരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അതിൽ തന്നെ മശിഹായുടെ നിരസനത്തെക്കുറിച്ച് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മശിഹായുടെ ഭരണത്തെക്കുറിച്ച് 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വ്യക്തമായ ദർശനങ്ങളും ആശയങ്ങളും ചിന്തകളും സെഖര്യാവിന്റെ പ്രവചനത്തെ പ്രൗഢഗംഭീരമാക്കി തീർക്കുന്നുണ്ട്. സെഖര്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ 14 അധ്യായങ്ങളും 211 വാക്യങ്ങളും 27 ചോദ്യങ്ങളും 35ഓളം ആജ്ഞകളും 4 വാഗ്ദാനങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. സെഖര്യാ പ്രവചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്ന ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തന്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും സുരക്ഷിതമായി പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ലൊരു ദിനം എല്ലാവർക്കും നേരുന്നു. എന്റെ സഹായക്കാരനോട് വന്നവരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നദ്ധയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലതു കൈ കൊണ്ട് നിനക്ക് നിഴലിടും. പകലാദിത്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങൾ നിന്നെ കാത്തുകൊള്ളും. എന്റെ സഹായക്കാരനോട് വന്നവരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നദ്ധയിൽ നിന്നാകും.